3.5 കിലോമീറ്ററിനുള്ളിൽ 40ഓളം ഭക്ഷണശാലകളുള്ള ഈ റോഡ് അടുത്തിടെയാണ് നൈറ്റ് ലൈഫ് കേന്ദ്രമെന്ന നിലയിൽ വളർന്നത്. വലിയ ഹോട്ടലുകളും ചെറിയ തട്ടുകടകളും എല്ലാമുള്ള ഇവിടേക്ക് അയൽ ജില്ലകളിൽ നിന്നും പോലും ആളുകൾ എത്താറുണ്ട്. തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടെ പ്രശ്നങ്ങളും തുടങ്ങി. റോഡരികിലെ പാർക്കിംഗ് ഗതാഗത തടസ്സങ്ങൾക്കും ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും ഇടയാക്കി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള ആംബുലൻസുകൾ കടന്നുപോകുന്ന വഴിയാണിത്. കടകളിൽ എത്തുന്നവരുടെ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും നിർത്തിയിടുന്നതോടെ ഇത് തടസ്സപ്പെടുന്ന സാഹചര്യം പലപ്പോഴായി ഉണ്ടായി. ഇക്കാര്യം ഉന്നയിച്ച് നാട്ടുകാർ പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായില്ല. ഇതിനു പുറമെ ലഹരി ഉപയോഗവും വിൽപ്പനയുമെല്ലാം ഈ റോഡ് കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം MDMA-യുമായി താമരശ്ശേരി സ്വദേശി മസ്താൻ പിടിയിലായതും ഇവിടെ വച്ചാണ്. യുവാക്കൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നതും പരസ്പരം ആക്രമിക്കുന്നതും അപകടകരമാം വിധം വാഹന റേസിംഗ് നടത്തുന്നതും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. ഒരു പ്രയാസകരമായ അവസ്ഥയിലൂടെ പോവുകയാണ്. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം നിലനിർത്തുക എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ കച്ചവട സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ കുറച്ച് സമയമായി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മേഖലയിൽ ആംബുലൻസ് വരുന്നൊരു പ്രധാനപ്പെട്ട വഴിയാണ്. ഈ വഴികൾ മുഴുവൻ വാഹനം വെച്ച് ബ്ലോക്ക് ചെയ്യുന്ന നിലയിലേക്കാണ് വരുന്നത്. രണ്ടാമത്തെ പ്രശ്നം സംഘർഷമാണ്. ഇവിടെ വന്ന് നിൽക്കുന്ന ആളുകൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വിലങ്ങുതടിയാവുന്ന നിലയിലേക്ക് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നതാണ് രണ്ടാമത്തെ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാവും. വരും ദിവസങ്ങളിൽ വ്യാപാരികളെയും പോലീസിനെയും കോർപ്പറേഷൻ അധികൃതരെയും അടക്കം ഉൾപ്പെടുത്തി വിപുലമായ യോഗം ചേർന്ന് തുടർ നടപടികൾ തീരുമാനിക്കാനാണ് നാട്ടുകാർ ആലോചിക്കുന്നത്. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.